ഹലോ, വെൽക്കം ബാക്ക്. നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാമല്ലോ. എഗ്ഗ് ബിരിയാണി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അങ്ങനെ നല്ല മഴ ഉണ്ടായി. നമുക്ക് മാങ്ങ സെയിലാക്കുന്നവർ വന്നിട്ടുണ്ടായി. അവരോട് മേടിച്ച് നല്ല മാങ്ങാണ്. ഇതിൻ്റെ വേറെ ലാംഗ്വേജിലും മല്ലിക്ക മാങ്ങ പറയുന്നത്. അങ്ങനെ ഞാൻ എന്താക്കി, അടുപ്പത്തിൽ 4 മുട്ട കുക്കറിൽ വെച്ച് മൂടി വെച്ചിട്ട് ഒരു വിസിൽ മതി. അങ്ങനെ അത് വിസിലെടുക്കുന്നതിന് മുമ്പ് എനിക്ക് മാങ്ങ ഉണ്ടായാലേ അതിന് മുറിച്ച് എല്ലാവർക്കും കൊടുക്കാൻ നോക്കി. നല്ല മാങ്ങ കാണുമ്പോൾ നല്ല മാങ്ങ അല്ലേ. മുറിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലായി ഇത് വെടക്കായ മാങ്ങാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് എടുത്തോ. മാങ്ങ എടുക്കുമ്പോൾ കണ്ടിക്കല്ലേ വടക്കായ മാങ്ങ. അങ്ങനെ അതിനെ ഒഴിവാക്കി മാങ്ങ എല്ലാം മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ സവാള എടുത്ത് 3 സവാള ഫ്രൈ ആക്കാനുണ്ടല്ലേ. അതിനെ വാഷാക്കി സവാള മുറിച്ച് കൊടുത്തു. പിന്നെ ഗ്യാസിലുണ്ടായ കുക്കർ എടുത്ത് മുട്ട നോക്കി. മുട്ട വെന്തിട്ടുണ്ട്. ഒരു വിസിലിൽ എടുത്തതാണ്. നല്ല വെന്തിട്ടുണ്ട് മുട്ട. ഇതിന് മസാല വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഓയിലിട്ട് മാരിനേറ്റ് ആക്കാൻ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ മതി. മുട്ട തോളയിക്കാനുണ്ടല്ലേ, ഈ ഗ്ലാസ് കൊണ്ട് ഇതാക്കാം. മുട്ട മുറിച്ചിട്ടില്ലെങ്കിൽ അത് മസാല പിടിക്കൂല. ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. അങ്ങനെ ബിരിയാണിക്ക് വേണമല്ലേ 3 തക്കാളി, 4 പച്ചമുളക്, 1.5 ഉള്ളി എടുത്ത് അങ്ങനെ ഒരു ചട്ടി വെച്ച് അതിൽ ഓയിലിട്ട് കൊടുത്തു. പിന്നെ ആദ്യം മുറിച്ച് വെച്ച സവാള ഇട്ട് കൊടുക്കുക. അത് ഫ്രൈ ആക്കാനുണ്ടല്ലേ. സവാള ഇട്ട് കൊടുത്തു ഫ്രൈ ആക്കാൻ. പിന്നെ അത് ഫ്രൈ ആകുമ്പോൾ കുറേ മണിക്കൂർ എടുക്കല്ലേ. അതുകൊണ്ട് അന്നേരം നമുക്ക് മാണ്ടിയതെല്ലാം മുറിച്ചെടുക്കാം. സവാള, തക്കാളി, പച്ചമുളക് മുറിച്ചെടുത്ത് അത് മുറിച്ചെടുക്കുമ്പോൾ ഇതും ഫ്രൈ ആക്കി ഒരുമിച്ച് ഉള്ളി ഫ്രൈ ആയി വരുന്ന ഇങ്ങനെ ഫ്രൈ ആവാനും. ഇത്ര ഫ്രൈ ആയാൽ പെർഫെക്റ്റാണ്. പിന്നെ അതേ ചട്ടിക്ക് ഞാൻ എന്താക്കി മുട്ട ഇട്ട് കൊടുത്തു. മാരിനേറ്റ് ആക്കാൻ വെച്ച മുട്ട ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തു ഫ്രൈ ആക്കി. 4 മുട്ട ഉണ്ട് ബിരിയാണി. നിങ്ങൾ ആളില്ലായിട്ടാ, എനിക്ക് ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെച്ചതാണ്. മുട്ട റെഡിയായി. അങ്ങനെ ഞാൻ കുക്കറിൽ നിന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി. കുക്കർ ഗ്യാസിൽ വെച്ച് കുക്കറിലേക്ക് 6 kg ഇട്ട് കൊടുത്തു. നല്ല നെയ്യാണ്, ഒരു ടേബിൾ സ്പൂൺ മതി. പിന്നെ ഓയിൽ, അത് വെന്ത് വരുമ്പോൾ ഓയിലിട്ട് കൊടുത്തു.
ചൂടാകുമ്പോൾ ഓയിലിട്ട് കൊടുത്തു. പിന്നെ സ്പൈസസ് ഉണ്ടല്ലോ, ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് സ്പൈസസ് എല്ലാം ഉണ്ടാകും, അതെല്ലാം ഇട്ട് കൊടുത്തു. അതിലേക്ക് മുറിച്ചെടുത്ത സവാള, തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് ഫ്രൈ ആക്കി വെന്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അത് ഹോം മെയ്ഡാണ്. അത് ഇട്ട് കൊടുത്തു. പിന്നെ അത് വെന്ത് വരുമ്പോൾ മോരിട്ട് കൊടുക്കുക. ഞാൻ അത് സ്കിപ്പായി വീഡിയോ. അങ്ങനെ പിന്നെ അതിട്ട് കൊടുത്തു. കുറച്ച് ഫ്രൈ ആക്കി അത് കട്ടായിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ച്. പിന്നെ മസാല വേണമല്ല, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു, എനിക്ക് എരിവ് വേണം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി മുട്ടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ മതി. ഫ്രൈ ആക്കി എടുത്ത് നാരങ്ങ വെള്ളം, അത് ഇട്ട് കൊടുത്തു. പിന്നെ ഫ്രൈ ആക്കി, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോവും. പിന്നെ അതിന് ബിരിയാണി മസാല ഇട്ട് കൊടുത്തു. ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നേ. ഇത് ഇനി എരിവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഇനി സ്പൈസസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോം മെയ്ഡ് ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലേ, അതിട്ട് കൊടുത്തു. അതും വട്ടൽ മുളക്, പുളി, മഞ്ഞ, പിന്നെ മല്ലി, ഇതിന് അമ്മിയിൽ അരച്ചിട്ട് മസാല ആക്കുന്നത്. ഇത് വേറെ സ്റ്റൈലാണ്. പിന്നെ 1 കപ്പ് അരിന് 2 കപ്പ് അളവ്, 2 കപ്പ് വെള്ളം, അത് പാർന്ന് കൊടുത്തു. വെള്ളം 2 കപ്പ്.
പുതിന ചൊപ്പും മല്ലിച്ചൊപ്പ് ഇട്ട് കൊടുത്ത്, ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അതിന് എത്രമാണ് ഉപ്പ് അതും ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അത് തുറന്നിട്ട് ഫ്രൈ ആക്കുന്ന ഉള്ളി ഉണ്ടല്ലേ, അത് ഇട്ട് കൊടുക്കുക. അത് വെന്ത് വരുമ്പോൾ നമുക്ക് കറി ഇട്ട് കൊടുക്കുക. ബാസ്മതി റൈസാണിത്. ഞാൻ വെള്ളത്തിൽ കുതിച്ച് വെച്ചിട്ടുണ്ടായി 10 മിനിറ്റ്. പിന്നെ ഫ്രൈ ആക്കിയ മുട്ട ഉണ്ടല്ലോ, അതിട്ട് കൊടുത്ത് പിന്നെ മൂടി വെച്ചിട്ട് ഒറ്റ ഒരു വിസിൽ മതി. തുറന്ന് നോക്കും, നല്ല മണമുള്ള ബിരിയാണി ആയിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തു ഗീ, പിന്നെ ഫ്രൈ ആക്കി സവാള. നല്ല ടേസ്റ്റായ ബിരിയാണിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ആക്കി നോക്കി. ഇൻഷാ അല്ലാഹ് എങ്ങനെ ആയിട്ടുണ്ട് കമൻറ്റിലിട്ടോ. നല്ല ബിരിയാണി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായി. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.